ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും 2025 കേരള പിറവി ആശംസകൾ. എല്ലാവരും സൗഖ്യമായിരിക്കുന്നു എന്ന് തന്നെ കരുതട്ടെ. ലെറ്റസ്റ്റ് സ്റ്റാർട്ട് ക്രിക്കറ്റ് ടോക്സ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PV's പവലിയൻ. അപ്പോൾ ഇന്നലെ ഒരു രണ്ടാമത്തെ T20 മാച്ച് നടന്നു. ആദ്യ മാച്ച് വാഷ് ഔട്ടായി പോയിരുന്നു, ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ. കാൻബറയിൽ നടന്ന മാച്ച് ഇന്ത്യയുടെ ഫേവറബിൾ കണ്ടീഷൻസിലായിരുന്നു. ബട്ട് റെയിൻസ് ബിക്കം സ്പോയിൽ സ്പോട്ട്. രണ്ടാമത്തെ മാച്ച് ഇന്നലെ നടന്നു, മെൽബോൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലായിരുന്നു. MCC നടന്ന മാച്ചിൽ ഇന്ത്യ വളരെ പരിതാപകരമായ സ്ഥിതിയിലായിരുന്നു. ഓൺലി 125 റൺ ഉണ്ടാക്കാനേ കഴിഞ്ഞുള്ളൂ. എല്ലാ ഓവർ കഴിച്ച പോലുമില്ല. 18 ഓവർ കളിച്ചിട്ട് 125 റൺസ് ഓൺലി. അതിൽ അഭിഷേക് ശർമ്മ നന്നായിട്ട് നല്ലൊരു ഇന്നിംഗ് കളിച്ചു. ബാക്കി ആർക്കും തിളങ്ങാനായില്ല. ഓക്കെ, ഒരു 68 റൺസിൻ്റെ നല്ല സ്ട്രൈക്ക് റേറ്റ് തന്നെ അഭിഷേക് ശർമ്മ കളിച്ചു. ബട്ട് ഇതൊരു ഗെയിമാണ്, ഒരു ടീം ഗെയിമാണ്. ഒരാൾ കളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ബട്ട് ഹി ഫോട്ട് സിംഗിൾ ഹാൻഡഡ്ലി. അർഷിത് റാണ വന്നിട്ടൊരു 35 റൺസ് എടുത്തു. പക്ഷേ അത് സ്ലോ ഓവർ റേറ്റ് ആയിരുന്നു. അത് ജസ്റ്റ് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ മാത്രം. അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ അവരുടെ പറയേണ്ടത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഹാസൽവുഡിൻ്റെ മാരക ബോളിങ്ങാണ്. 4 ഓവർ ഒരു സ്ട്രെച്ചിൽ തന്നെ എറിഞ്ഞു കളഞ്ഞു. 3 വിക്കറ്റ് എടുത്തു, 13. അതായത് 3 ഇന്ത്യയുടെ ടോപ്പ് ബാറ്റ്സ്മാൻസിനെ പവലിലേക്ക് തിരിച്ചയച്ചു, ഒരു സ്കോറും എടുക്കാൻ സമ്മതിക്കാതെ. സൂപ്പർ ബൗളിംഗ്. ജോഷ് ഹാസൽവുഡ് വണ്ടർഫുൾ പ്ലെയർ. പിന്നെ അവരുടെ ബാർട്ട്ലെറ്റ് ഒരു 2 വിക്കറ്റ് എടുത്തു. നാത്തൻ എല്ലിസ് 2 വിക്കറ്റ് എടുത്തു. സ്റ്റോയിനോസ് 1 വിക്കറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ പിന്നെ എല്ലാം കൊളാപ്സ് ആയതിനു ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ, വളരെ ക്ലിനിക്കലി ഓസ്ട്രേലിയ അവരുടെ ഗെയിം ഫിനിഷ് ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ സ്മൂത്തായിട്ട് തുടങ്ങി. അവരെ ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് ഒരു 46 അടിച്ചു. പിന്നെ ട്രാവിസ് ഹെഡ് 28 ആൻഡ് ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു 20 റൺസ് എടുത്തു. ബുംറ, വരുൺ, കുൽദീപ് 3 പേര് നന്നായിട്ട് പന്തെറിഞ്ഞു. കുൽദീപ് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. ഇക്കണോമി റേറ്റ് വളരെ മോശമായിരുന്നു. 2 വിക്കറ്റ് വീതം 3 വീഴ്ത്തി. എന്നാലും വളരെ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യയുടെ. ഇന്ത്യ ലോസ്റ്റ് ദി മാച്ച്. ഓക്കെ, ഇനിയിപ്പോൾ ഞായറാഴ്ച 2-ാം തീയതി 2 നവംബറിന് അവരുടെ 3ാമത്തെ മാച്ച് നടക്കുന്നുണ്ട്. ലെറ്റ് us see what happens. Okay, so again coming back to women's ODI വേൾഡ് കപ്പ്. വേൾഡ് കപ്പിൽ ബെസ്റ്റ് 2 ടീമിനെ ഫൈനലിൽ എത്തിച്ചിരിക്കുകയാണ്. ഓക്കെ, പ്രേക്ഷകരുടെ ഒരു പ്രാർത്ഥനയും എല്ലാം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് എത്തിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞത്. സോ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക സേന ടീമിലെ ഒരു പ്രധാന മാച്ച് വിന്നിങ് ടീമാണ്. അപ്പോൾ അതിനെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ബട്ട് വി ആർ കമ്മിങ് ബാക്ക്. സ്റ്റേറ്റ് വിൻസ് ഓവർ ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ ഇൻ ദി സെമി ഫൈനൽ. അപ്പോൾ നമ്മുടെയൊക്കെ മനോവീര്യം നല്ല ടോപ്പിലായിരിക്കും. എല്ലാവരും ഹൈലി കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഇന്നിങ് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് നമ്മളെ മെയിൻ ബാറ്റേഴ്സ് സ്മൃതി മന്ദാന, ജമീമ റോഡ്രിഗസ്, ഹർമൻപ്രീത് കൗർ, ഈ 3 പേരും വളരെ ഭംഗിയായിട്ട് കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം ബിഗ് മാച്ച് പ്ലെയേഴ്സാണ്. ഓക്കെ, അപ്പോൾ ജമീമ റോഡ്രിഗസിൻ്റെ താണ്ഡവം നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ടതാണല്ലോ. ഒരുപാട് ഇപ്പോഴും അവരെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല വാക്കുകൾ സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ,
ഈവൻ ഓവർസീസ് പ്ലെയേഴ്സ്, ഫോറിൻ പ്ലെയേഴ്സ് എല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. പ്രശംസിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതൊരു എന്താ പറയുക, ഔട്ട്സ്റ്റാൻഡിങ് ഒരു, എനിക്ക് തോന്നുന്നു അവരുടെ ലൈഫ് ടൈമിൽ ഏറ്റവും മികച്ച ഇന്നിങ്സിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളിത് മൂന്നാമത്തെ തവണയാണ് വിമൻസ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെത്തുന്നത്. ഓക്കെ, ഇതിനു മുൻപേ നമ്മൾ 2005 വന്നു. അത് ഓസ്ട്രേലിയയോട് നമ്മൾ തോറ്റു. പിന്നെ ലാസ്റ്റ് ടൈം, അതായത് 2017 വന്നിട്ട് നമ്മൾ ഇംഗ്ലണ്ടിനോട് തോറ്റു. മൂന്നാമത്താണ്, തേർഡ് ടൈം ലക്കിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷേ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടീമാണ്. അവർ അൺപ്രഡിക്റ്റബിളാണ്. നല്ല ബാറ്റിങ്ങും നല്ല ബോളിംഗ് മികവുമുള്ള, അതായത് ഫീൽഡിങ്ങിലൊക്കെ പറഞ്ഞാൽ ആ ഒരു ഫീൽഡിങ്ങിൽ തന്നെ ഒരു 20-25 റൺസ് മികച്ച് നിൽക്കും ഇന്ത്യക്കാളും. എനിവേ, ലെറ്റ് us see what happens. All the best for India men and India women. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.